ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഗാസി ബേബിക്ക് ഒരു മാസം കഴിഞ്ഞു, 2ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാസി ബേബി. അപ്പം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുക കേട്ടോ ഗാസി ബേബി. ഇന്ന് ഗാസി ബേബിക്ക് വാക്സിൻ എടുക്കാൻ പോകാനുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഗാസി ബേബിനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോവാണ് കേട്ടോ. അത് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഗാസി ബേബിക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 3 ഡ്രസ്സും ഞാൻ ബാഗിൽ വെക്കും, കാരണം ഗാസി ബേബി ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കൂടെ ഡയപ്പർ, വൈപ്സ്, സ്വാറ്റിൽ ചെയ്യാനുള്ള തുണി ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ബാഗിൽ കൊണ്ടുപോകല്. പിന്നെ കൊണ്ടുവന്ന സാധനം വെച്ചാൽ വെള്ളം, ഫോർമുല പൗഡർ കേട്ടോ. പിന്നെ ആദ്യം മിക്സ് ചെയ്യാനുള്ള സ്പൂണ്, പെസിഫയർ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം പാടെ ഒരു ബാഗിലിട്ടിട്ട് ഞാൻ എവിടെ പോവാണ് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് പോവൽ. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മളെ വീടിനടുത്ത സ്റ്റോപ്പാണ്, ബെഡോക്കിലാണ് കേട്ടോ. ബെഡോക്കിലുള്ള പോളി ക്ലിനിക്കിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സെൻ്ററൊക്കെ പോലെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ അൻസാറും ഉണ്ട്, ഉമ്മച്ചിയും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഗാസി ബേബിക്ക് വാക്സിൻ എടുക്കാൻ പോവാണ് കേട്ടോ. അൻസാർ വർക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നതിനു കേട്ടോ. അപ്പം നാട്ടിലെ ഹെൽത്ത് സെൻ്ററൊക്കെ പോലുള്ള സ്ഥലമാണ്. ഇതാണ് കേട്ടോ പോളി ക്ലിനിക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗാസി ബേബിക്ക് വാക്സിൻ എടുക്കാൻ വരുന്നത്. ഇതാണ് നമുക്കിവിടെ സ്ട്രോളറൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. ആദ്യം നമ്മൾ ഹൈറ്റും വെയിറ്റും എടുക്കണം കേട്ടോ. അപ്പോൾ ഗാസി ബേബീൻ്റെ വെയിറ്റ് 4.3 ആയി കേട്ടോ. അതായത് നോർമൽ കുട്ടികളെ വെയിറ്റായി. ആദ്യം ഗാസി ബേബി അണ്ടർ വെയിറ്റ് ആയിരുന്നു, 1.8 ഉള്ളായിരുന്നു. ഒരു മാസം കൊണ്ട് 4.36 ആയി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പാല് കൊടുത്ത് ഞാൻ തടിപ്പിച്ചെടുത്തതാണ്. പിന്നെന്താ, ഉമ്മച്ചിയും ഗാസി ബേബിയും നമ്മളെല്ലാവരും വാക്സിൻ എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഗാസി ബേബിൻ്റെ 2 കാലിലും വാക്സിൻ എടുത്തിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ 2nd ഡോസും പിന്നെ പോളിയോ, ഡിഫ്തീരിയ, അങ്ങനെ ഏതോ ഇൻഫ്ലുവൻസ അങ്ങനെ പറഞ്ഞ് കുറേ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അഡീഷണലി ഒരു റോട്ട വൈറസും കൂടി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അൻസാറ് വർക്കിന് തന്നെ പോയിട്ട് വർക്കിൻ്റെ ഇടയിൽ വന്നതിനും അങ്ങനെ ഞാനും ഉമ്മച്ചിയും ഗാസി ബേബിയും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അലക്കാറിട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയാൽ പാടെ ഗാസി ബേബി ഉറങ്ങിയതുകൊണ്ട് ഗാസി ബേബിനെ അടക്കടുത്തിട്ടോ. അവൻ നല്ല ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഗാസി ബേബീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഗാസി ബേബി ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സും ഡയപ്പറും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട് കേട്ടോ. സങ്കടം എന്ന് വെച്ചാൽ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട് ഈ സംഭവമൊക്കെ കാണുന്നേരം കേട്ടോ. അങ്ങനെ ഗാസി ബേബീനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ ഞാൻ. എന്നിട്ട് ഗാസി ബേബീൻ്റെ 2 കാലിലും കണ്ടോ, 2 കാലിലും വാക്സിൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഗാസി ബേബി കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഉറക്കത്തിലായിരുന്നു. വാക്സിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓൻ ഉറങ്ങി. പിന്നെ ഞാൻ ഗാസി ബേബിക്ക് കുറച്ച് മിൽക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമല്ലോ. 2.5 മണിക്കൂർ കൂടുമ്പം കുഞ്ഞു മക്കളെ ഇങ്ങനെ പാൽ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ. അങ്ങനെയാണ് 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിൽ ഡൈജസ്റ്റ് ആയി പോവും. അങ്ങനെ 2.5 മണിക്കൂർ ഇടവിട്ട് 3 മണിക്കൂർ ഇടവിട്ട് നമ്മൾ മിൽക്ക് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഗാസി ബേബിക്ക് പാലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ പാലൊക്കെ കുടിച്ച് ഗാസി ബേബി ഉറങ്ങി കേട്ടോ. ഗാസി ബേബി ഫുൾ ഉറക്കമാണ്. പിന്നെ വാക്സിൻ എടുത്തതിന് ശേഷം എനിക്കും ഇങ്ങനെ വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ. അതുപോലെയാണെന്ന് തോന്നുന്നുണ്ട് ഗാസി ബേബിയും. അങ്ങനെ ഞാൻ ജനാലൊക്കെ അടിച്ച് കർട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, നല്ലോണം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഗാസി ബേബി എണീറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ ഗാസി ബേബിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഗാസി ബേബിക്ക്.
അതിനുശേഷം ഞാൻ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാസ് ബേബിക്ക് അധികം പനിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ചെറിയൊരു ടെമ്പറേച്ചർ ഉള്ളായിരുന്നു. അത് പാരസെറ്റമോൾ എടുക്കേണ്ട ടെമ്പറേച്ചർ പോലും ആയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഉറക്കാൻ നോക്കുകയാണ് കേട്ടോ ഗാസി ബേബീനെ. ഗാസി ബേബിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പാരസെറ്റാമോളൊക്കെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ബുക്കാണ്. അത് കഴിഞ്ഞ് ഗാസി ബേബി ഉറങ്ങി കേട്ടോ. ഗാസി ബേബി ഉറങ്ങി, പിന്നെയും ഗാസി ബേബി എണീറ്റ്, പിന്നെയും ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെന്താ ഇപ്പം ഞാൻ കുറേ ലേറ്റായിട്ട് ഉറങ്ങുക. ഞാൻ രാവിലെ ആവാൻ നേരത്തായിട്ട് ഉറങ്ങൽ. കാരണം ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പാലെടുക്കാൻ വേണ്ടി എണീക്കണമല്ലോ. അപ്പോൾ ഞാൻ അധികവും രാത്രി ഉറങ്ങാതിരിക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഗാസി ബേബീൻ്റെ അമ്മച്ചി നോക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബേബീൻ്റെ. അത് കഴിഞ്ഞ് ഗാസി ബേബി പിന്നെയും ഉറങ്ങി കേട്ടോ. ഗാസി ബേബി വീണ്ടും ഉറങ്ങി. ഇനി 3 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുക. അപ്പോൾ ഇപ്പം സമയം 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളെയും നടുവിലാണ് ഗാസി ബേബീനെ കിടത്തൽ. അങ്ങനെ ഇനി ഗാസി ബേബിക്ക് പാൽ കൊടുക്കും. പിന്നെ ഗാസി ബേബി എണീക്കുക 5 മണിയാകുമ്പോഴാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ ഗാസി ബേബീൻ്റെ ഡയപ്പർ മാറ്റുന്നുണ്ടായിരുന്നു, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഛർദ്ദിച്ചാലൊക്കെ ഡ്രസ്സിലാവുമല്ലോ, അപ്പോൾ ഡ്രസ്സും കൂടെ മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും പാൽ കുടിച്ചു ഉറങ്ങി കേട്ടോ. പിന്നെ ഗാസി ബേബി പാൽ കുടിച്ച് ഉറങ്ങിയിട്ട്, അതായത് ഒരു 5-5:30 ആകുമ്പോൾ ഒന്നും കൂടെ എണീറ്റിട്ട് പാൽ കുടിച്ച് ഉറങ്ങും കേട്ടോ. ഞാനൊരു 6 മണിയാകുമ്പോഴേക്കാണ് ശരിക്കും ഇപ്പോൾ ഉറങ്ങൽ. രാവിലെ മുതൽ ഉമ്മച്ചിൻ്റെ കൊടുക്കും ഗാസി ബേബിനെ നോക്കാൻ. ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കില്ലേനു കേട്ടോ. ഉമ്മച്ചിയാണ് ഗാസി ബേബിനെ രാവിലെയൊക്കെ നോക്കൽ. അപ്പം ഞാൻ രാവിലെ അധികം ഗാസി ബേബിക്ക് ഫോർമുലയാണ് കേട്ടോ കൊടുക്കൽ. ഫോർമുല കൊടുക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായത് കാരണമായിരുന്നു കേട്ടോ ഫോർമുല കൊടുക്കൽ. അപ്പം ഗാസി ബേബിക്ക് വാക്സിൻ എടുത്തിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഓക്കെ ആയിരുന്നു, പനിയൊന്നും ഇല്ലായിരുന്നു. ഈ വീഡിയോ എല്ലാവരും എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.